തൃശൂർ കോർപ്പറേഷനിലേക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എ പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും പ്രഖ്യാപനം നടന്നിരിക്കുന്നു. പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി DCCയെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. DCC എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം കോൺഗ്രസിലെ 33 കൗൺസിലർമാരും എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി തന്നെ അംഗീകരിക്കും. ഈ തർക്കങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതായാലും പ്രശ്നങ്ങളൊന്നുമില്ല. തർക്കങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യില്ല. അതിനകത്ത് അതാണല്ലോ എല്ലാവരുടെയും ഉത്തരവാദിത്വം. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ജനം ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് സംരക്ഷിക്കും. ആ വിശ്വാസം കാത്തുരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് അധികാരം പിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഭരണത്തിനെതിരായ ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ജനവിധിയാണ് ജനം അനുഭവിച്ച ആ ദുഃഖകരമായ സാഹചര്യങ്ങളാണ് കോൺഗ്രസിന് ഇത്രയും മൃഗീയമായി ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ജനം ഏൽപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കും. ജനങ്ങളെ ചേർത്തിർത്തിക്കൊണ്ട് തന്നെ ഭരണമായി മുന്നോട്ട് പോകും. ഈ രണ്ടുപേരെ മേയർ സ്ഥാനാർത്ഥിയായി നിജി ജസ്റ്റിൻ വരുന്നു. എങ്ങനെയാണ്? പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നത് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. ആ തീരുമാനം പാർട്ടി എടുത്തു. ആ തീരുമാനമെടുക്കാൻ പാർട്ടിയെ കോൺഗ്രസിലെ കൗൺസിലർമാർ ഐക്യകണ്ഠേന ചുമതലപ്പെടുത്തിയിരുന്നു. സ്വാഭാവികം പാർട്ടി എടുത്ത തീരുമാനം എന്തു തന്നെയായാലും അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ബാധകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് എത്തുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ മുതിർന്ന ആളുകളുമായി ആലോചിച്ചുകൊണ്ടൊക്കെ തന്നെ തീരുമാനമെടുക്കും. എന്തായാലും ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ടായിരിക്കും UDFൻ്റെ കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുക. എന്തായാലും അത് തന്നെയാണ്, ജനങ്ങളെ കേട്ടുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ പ്രസാദ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.